വാട്ട്സ് ഇറ്റ്? യുവർ ഓണർ, തമിഴ്നാട്ടിലെ തക്കലയ്ക്ക് സമീപം ഇരണിയൽ ഭാഗത്ത് റെയിൽവേ ട്രാക്കിൽ മരിച്ച് ചിന്നിച്ചിതറിയ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയതായി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അമ്പാടി എന്നൊരു ചെറുപ്പക്കാരനാണ് ഈ വിവരം തക്കല പോലീസിൽ ഇൻഫോം ചെയ്തിരിക്കുന്നത്. അയാളുടെ മൊഴിപ്രകാരം ആ മൃതദേഹം ഈ കേസിലെ പരാതിക്കാരി പത്മയുടേതാണ്. Who is the informer? സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന് തമിഴ്നാട് പോലീസിന്റെ ക്യൂ ബ്രാഞ്ച് കൈമാറിയ ഒരു ടിപ്പാണ്. കൂടുതൽ അപ്ഡേറ്റ്സ് ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ കേസിൽ ഇവിടെ വാദം നടക്കുന്നതുകൊണ്ട് വിവരം കോടതിയെ ധരിപ്പിക്കാൻ സ്പെഷ്യൽ മെസ്സഞ്ചർ വഴി സന്ദേശം ഇങ്ങോട്ട് അയക്കുകയായിരുന്നു. മിസ്റ്റർ ഓഫീസർ, നിങ്ങൾ ഈ പറഞ്ഞതിൽ കൂടുതൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് കോടതിയെ ഇൻഫോം ചെയ്യും. യെസ് യുവർ ഓണർ. മിസ് അഞ്ജലി, ദിസ് ഈസ് സ്ട്രേഞ്ച്. ഈ പരാതിക്കാരിയായ പത്മ എന്തിനാണ് അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് പോയത്? പ്രത്യേകിച്ച് ഇന്ന് ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന സാഹചര്യത്തിൽ അവരവിടെ ഹാജരാകേണ്ടതല്ലേ? യെസ് യുവർ ഓണർ. ബട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് യുവർ ഓണർ. ഇന്നിവിടെ പത്മയ്ക്ക് ഹാജരാകണമായിരുന്നു ജീവനോടെ. അതിനുവേണ്ടി മാത്രം അവൾ അതിർത്തി കടന്നു പോയത്. അത് പക്ഷെ ഇങ്ങനെയാവുന്നു. വക്കീലേ, യു ജസ്റ്റ് റിലാക്സ്. കുടിക്കാൻ വെള്ളം എന്തെങ്കിലും? നോ യുവർ ഓണർ, താങ്ക് യു. താൻ നേരിട്ട അതിക്രമത്തിന് നീതി തേടിയിറങ്ങിയ പത്മയ്ക്ക് ഇന്ന് ഈ കോടതിയിൽ ഹാജരാകണമായിരുന്നു യുവർ ഓണർ. പക്ഷെ അതിന് ഈ നാട്ടിൽ തുടർന്നാൽ സാധിക്കില്ലെന്ന് ഭയന്നതുകൊണ്ടാ അവൾക്ക് ഇവിടം വിട്ട് മാറി നിൽക്കേണ്ടി വന്നത്. പക്ഷെ ആൾബലം കൊണ്ടും അർത്ഥം കൊണ്ടും ശക്തരായ പ്രതിഭാഗത്തെ ക്രിമിനലുകൾ അവളെ ആ നാട്ടിൽ പിന്തുടർന്ന് ചെന്ന് വേട്ടയാടിയിരിക്കുകയാണ് യുവർ ഓണർ. ഇതൊരു വെറും മരണമോ ആത്മഹത്യയോ ഒന്നുമല്ല, ബ്രൂട്ടലായ ഒരു കൊലപാതകം തന്നെയാണെന്ന് ഞാൻ സംശയിക്കുന്നു യുവർ ഓണർ. പത്മ ആ പാവം പെൺകൊച്ച എന്ത് തെറ്റാണ് ചെയ്തത് യുവർ ഓണർ? ആ നേരിട്ട അതിക്രമത്തിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയതോ, അതോ നേരിട്ട ദുരനുഭവം പോലീസിന് മുന്നിൽ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞതോ, അതോ ഈ നിൽക്കുന്ന കാർത്തിക്കിന്റെയും കൂട്ടരുടെയും ഭീഷണിയും വെല്ലുവിളിയും അതിജീവിച്ച് കേസുമായി മുന്നോട്ട് പോയതോ? പറയൂ യുവർ ഓണർ, അവൾ എന്ത് തെറ്റാ ചെയ്തേ? ഇവിടെ കാശുള്ളവർക്ക് എന്തുമാവാം. ആൾ കൊണ്ടും അർത്ഥം കൊണ്ടും ശക്തരായവർക്കെതിരെ പ്രതികരിച്ചു എന്നതാണ് പത്മ ചെയ്ത ഏക തെറ്റ്. അതിനുള്ള ശിക്ഷയാവും അവൾക്ക് ലഭിച്ചത്. അപ്പോഴും മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ ഈ കാർത്തിക്കിനെ പോലുള്ള ക്രിമിനൽസ് ഇങ്ങനെ കോടതിക്ക് മുന്നിൽ നെഞ്ച് വിരിച്ച് നിൽക്കുമ്പോ ഒബ്ജക്ഷൻ യുവർ ഓണർ. നോ. മിസ്റ്റർ രാഘവനുണ്ണി, ഈ കേസിലെ പരാതിക്കാരിയായ കക്ഷി കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ നിലയ്ക്ക് ഷീ ഹാസ് ടു മേക്ക് ഹെർ സ്റ്റാൻഡ് ക്ലിയർ. ഓഫ് കോഴ്സ് യുവർ ഓണർ, വി ക്യാൻ. ബട്ട് അതിന്റെ പേരിൽ ഫാക്ച്വൽ അല്ലാത്ത കാര്യങ്ങൾ എന്റെ കക്ഷികൾക്ക് നേരെ ഉന്നയിക്കരുതെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്.
കോടതി സമയം ആരംഭിക്കുന്നത് 11 മണിക്കാണ്. അതിന് 1 മണിക്കൂർ മുമ്പേ കാർത്തിക്കും കൂട്ടുകാരുമായ എന്റെ കക്ഷികൾ ഈ കോടതിയിൽ ഹാജരായിട്ടുള്ളതാണ്. അതിനുള്ള തെളിവുകൾ ഇവിടെയുണ്ട്. അപ്പൊ പിന്നെ അവർ പത്മയെ തമിഴ്നാട് കടന്നു എന്ന് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അരിയാഹാരം കഴിക്കുന്ന ആർക്കും വിശ്വസിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല യുവറോട്. മിസ്റ്റർ രാഘവനുണ്ണി, ഇവിടെ വാദിഭാഗം വക്കീലും മുന്നോട്ട് വെച്ചത് അവരുടെ കൺസേൺസ് ആണ്. അതും അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ പിൻബലത്തിൽ. മാത്രമല്ല, പത്മ കൊല്ലപ്പെട്ടു എന്ന വിവരമല്ലാതെ കൂടുതൽ വിശദാംശങ്ങൾ കോടതിക്ക് ലഭ്യമായിട്ടില്ല. സോ താങ്കൾ ഉന്നയിച്ചതുപോലുള്ള ഇത്തരം ആർഗ്യുമെന്റ്സിന് ഇപ്പോൾ പ്രസക്തിയില്ല. ഹോപ്പ് യു ഗെറ്റ് മീ ക്ലിയർലി. യെസ് യുവറോട്. യെസ് ഓഫീസർ. യുവർ ഓണർ, ലഭ്യമായ വിവരങ്ങൾ ശരിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അമ്പാടി എന്ന ചെറുപ്പക്കാരൻ പത്മയെയും കൊണ്ട് കേസ് അറ്റൻഡ് ചെയ്യാൻ കോടതിയിലേക്ക് വരികയായിരുന്നു. അന്നേരം ഒരുപറ്റം ഗുണ്ടകൾ അവരെ പിന്തുടർന്ന് ആക്രമിക്കുകയും സാരമായി പരിക്കേറ്റ അമ്പാടിയെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് അക്രമികൾ പത്മയെ വലിച്ചിഴച്ച് റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. ഇത് അമ്പാടി തന്നെ പോലീസിൽ കൊടുത്ത മൊഴിയാണ്. അയാളിപ്പോൾ നാഗർകോവിലിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആ പത്മപ്പെണ്ണിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ആൾക്കാർ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ എന്നെ അറിയിക്കും. കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. അന്ന് ചിലപ്പോ അവള് രഹസ്യമായിട്ട് കോടതിയിൽ എത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സിനിമ സ്റ്റൈൽ എൻട്രി. അങ്ങനെ അവള് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം. ഓഫീസർ, ഇതൊരു ഇന്റർ സ്റ്റേറ്റ് വിഷയമാണ്. യെസ് യുവർ ഓണർ. ഈ സാഹചര്യത്തിൽ പത്മയുടെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തമിഴ്നാട് പോലീസിൽ നിന്നും കളക്ട് ചെയ്യാനും അടുത്ത സിറ്റിംഗിൽ വിവരം കോടതിയെ ധരിപ്പിക്കാനും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന നിലയിൽ താങ്കളെ കോടതി ചുമതലപ്പെടുത്തുന്നു. യെസ് യുവർ ഓണർ. ഈ കേസ് ഇപ്പോൾ നിൽക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സാഹചര്യത്തിലാണ്. തികച്ചു ഓതന്റിക്കായ ഫർദർ അപ്ഡേറ്റ്സ് ലഭ്യമാകും വരെ ഈ കേസിലെ നടപടിക്രമങ്ങൾ തൽക്കാലം നിർത്തിവെക്കുന്നു. അച്ഛാ, അച്ഛാ, പത്മ. ഇറങ്ങിറങ്ങ്. ആ നല്ല തന്നെ കിട്ടിയല്ലേ?
ഹലോ, എന്താണ് എഴുത്തും വായനയും കുറിച്ചൊരു ഡിസ്കഷൻ? ഞങ്ങൾ ഇടപെടേണ്ടി വരുമോ? നിങ്ങൾ വന്നോ? ദേ, ആര്യേച്ചി പറഞ്ഞുവിട്ട സാധനം ഞങ്ങളിതേ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ സൈസിന്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട്. ഒന്ന് നോക്കിയേ, മാച്ച് ആവൂന്ന്. എന്താടി മോളെ ഇത്? ഇതൊരു കൊച്ചു പിറന്നാൾ സമ്മാനോ, പട്ടുപാവാടയും ബ്ലൗസും. പട്ടുപാവാട പിറന്നാൾ സമ്മാനോ? ആർക്ക്? ഇന്നാരുടെ പിറന്നാളാ ഇവിടെ? എന്റെ അറിവിൽ ഈ കുടുംബത്തിലാരും. കുടുംബത്തില് വന്നു കേറിയതാ. ബർത്ത്ഡേ ബേബി കോടതിയിൽ പോയിരിക്ക, ഇല്ലെങ്കി ഒന്ന് തൊട്ട് കാണിക്കായിരുന്നു. വന്നു കയറി എന്ന് വെച്ചാ പത്മയാണോ? യെസ്, നമ്മുടെ പത്മകുമാരി തന്നെ. ഇന്ന് പത്മയുടെ ബർത്ത്ഡേയാ. ഓ, കോടതിയിൽ നിന്ന് പത്മ തിരികെ എത്തുമ്പോഴേ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാ ഞാൻ ഈ പട്ടുപാവടയും ബ്ലൗസും ഇവരെ കൊണ്ടൊക്കെ വാങ്ങിപ്പിച്ചത്. അമ്മ ഇതൊന്ന് നോക്കി. നോക്കട്ടെ. സംഗതി സെലക്ഷൻ സൂപ്പറാ. പക്ഷെ റെഡിമെയ്ഡ് ആയതുകൊണ്ട് ബ്ലൗസിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഡൗട്ട്. ഒന്നുമില്ല, ഇത് പത്മയ്ക്ക് കറക്റ്റ് സൈസാ. അല്ലെങ്കിൽ നമ്മുടെ പണിയായുധങ്ങളല്ലേ ഇവിടെ ഇരിക്കുന്നേ. ഞാനിതൊന്ന് വെട്ടിപ്പണിയും, അത്ര തന്നെ. സൂപ്പർ. ആ പറയുന്നതാ ശരി. ശ്യാമള ചേച്ചി കൈവച്ച സൈസ് കറക്റ്റ് ആവൂന്ന് ഉറപ്പാ. എന്നാലേ നിങ്ങൾ ഇരിക്കെ, ഞാനേ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഗ്ലാസ് പായസം എടുക്കാം. ഇന്നും പായസോ? അയ്യോ, ഈ ശ്യാമള ചേച്ചി കുളമാക്കും. എല്ലാവരും വരട്ടെ 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 വരട്ടെ. ആ, അവിടെ ഇരുന്നല്ലേ. നമ്മുടെ ഫയലൊക്കെ ഒന്ന് എടുത്തു വെച്ചേക്ക്. ഓക്കെ. ബാക്കി എല്ലാ കാര്യങ്ങളും സാർ വന്നിട്ട് നോക്കാം അല്ലേ? ശരി. ഹലോ സാർ. ഹരി, ഞാനേ ഇറങ്ങി കഴിഞ്ഞപ്പോഴാ ഓർത്തത്. എടോ, തൻ്റെ ഒരു സോഴ്സ് കമ്മീഷണർ ഓഫീസിലുണ്ടെന്നല്ലേ പറഞ്ഞത്? ഉണ്ട് സാർ, എൻ്റെ ക്ലാസ്മേറ്റാ, അരവിന്ദാക്ഷൻ. വെരി ഗുഡ്. എന്നാലേ താൻ എത്രയും വേഗം അയാളൊന്ന് കോണ്ടാക്ട് ചെയ്യേ. എന്നിട്ട് പത്മ കേസിൽ മറ്റാർക്കും കിട്ടാത്ത എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോയെന്ന് അന്വേഷിക്കും. ശരി സാർ. ഇനി അഥവാ എന്തെങ്കിലും സോളിഡ് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ആ ജാഫറിന് കിട്ടരുത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഹരിക്ക് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി സാർ. കേരള തമിഴ്നാട് അതിർത്തിയിൽ എന്താണ് സംഭവിച്ചെന്ന് ജാഫറും അയാൾ മുഖേന അഞ്ജലിയും ഒരു കാരണവശാലും അറിയരുത്. അതല്ലേ സാർ ഉദ്ദേശിച്ചത്? എക്സാക്ട്ലി. ഞാനേ നമ്മുടെ ആ കമ്മീഷണറുമായിട്ട് അത്ര രസത്തിലല്ല. അതുകൊണ്ട് ഇത് താൻ തന്നെ അങ്ങ് ഓപ്പറേറ്റ് ചെയ്താൽ മതി കേട്ടോ. ശരി സാർ. ഓക്കെ ഓക്കെ. ആരെങ്കിലും ഒന്ന് തുറക്കൂ. ചിറ്റപ്പ, ഒന്ന് ഈ വാതിൽ തുറക്ക്. രാജീവ് എവിടെ പോയി കിടക്കോ? എന്താ മോളെ, കിട്ടുന്നില്ലേ? ഇല്ല അച്ഛാ, മൊബൈൽ സ്വിച്ച് ഓഫ് ആന്നാ പറയുന്നത്. മോളിത് ആരെ വിളിക്കുന്നേ? അച്ഛാ, രാജീവിനെയാ. അതിന് നീ എന്തിനാ അയാളെ വിളിക്കുന്നേ? പത്മയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ പോലീസിനെ വിളിച്ച പോരെ?
നിന്റെ ആ വെൽവിഷറായിട്ടുള്ള ഓഫീസറല്ലേ, എന്തായുള്ള പേര്? ജാഫർ സാർ. ആ, സാറ് പക്ഷേ കമ്മീഷണർ ഓഫീസിൽ പോയിരിക്കുക പത്മയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട്. ഓ, ഏതായാലും നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല അച്ഛാ. എനിക്ക് സംഭവ സ്ഥലത്തേക്ക് പോകണം. അതിനെ ഞാൻ രാജുവിനെ വിളിക്കുന്നത്, പക്ഷെ കിട്ടുന്നില്ല. ഈ കേസിൽ നീ കാണിക്കുന്ന താല്പര്യം അയാൾക്കുണ്ടാവണമെന്നില്ല. അതുകൊണ്ടായിരിക്കും നിന്നോട് അയാൾ പ്രതികരിക്കാത്തത്. നീ ഏതായാലും വാ, നമുക്ക് തൽക്കാലം ഇവിടുന്ന് ഇറങ്ങാം. അയ്യോ, അതൊന്നും അല്ല അച്ഛാ. രാജീവിന്റെ മൊബൈലിൽ നെറ്റ്വർക്ക് ഇല്ലാത്തതാ, അല്ലാതെ വിളിച്ചിട്ട് എടുക്കാതിരിക്കുന്നൊന്നും അല്ല. ഞാൻ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ലോക്കൽ സപ്പോർട്ട് ഒരിക്കലും തമിഴ്നാട്ടിൽ നിന്ന് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് മോള് ഒന്നുകൂടി ആലോചിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതിയെന്നാ. ഹലോ, എന്താണ് അച്ഛനും മോളും കൂടി ഒരടക്കം പറച്ചില്? ചത്തുപോയ പത്മയെ രക്ഷിക്കാനുള്ള കുറുക്കൊഴി വല്ലതാണോ? അതോ ഇനി അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ പരാജയം കാണാൻ എത്ര നാൾ കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന ചർച്ച വല്ലതാണോ? ഏയ് കമോൺ, അഞ്ജലി വക്കീലേ, ഒന്നും പറയാനില്ല ഇപ്പോ. ദേ ഇവര് പറഞ്ഞ് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാ. കോടതി ചേരുന്നതിന് മുമ്പ് ഇതേ എടുത്തു വെച്ച് സാറിനെ കണ്ടപ്പോഴുള്ള ആവേശമൊന്നും ഇപ്പൊ മുഖത്ത് കാണുന്നില്ലല്ലോ. എന്തു പറ്റി? തോൽവി എന്താണെന്ന് അറിയാത്ത അഡ്വക്കേറ്റ് രാഘവനുണ്ണിയെ തോൽപ്പിക്കാൻ വന്നിട്ട് സ്വയം തോറ്റുപോയതിന്റെ ജാള്യതയായിരിക്കും സാർ. ഹേ, ഇതൊന്നുമല്ല. നമ്മൾ ഈ അണ്ണാക്കി പിരിവെട്ടിന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഏതാണ്ട് ഒരു അവസ്ഥയിലാ. പഴയ വക്കീൽ ശിവരാമകൃഷ്ണനും പുതിയ വക്കീൽ അഞ്ജലി ശിവരാമകൃഷ്ണനും. PP വക്കീലേ, മതി. ഇപ്പൊ തന്റെ മുഖത്ത് കാണുന്ന ഈ ചിരിയുണ്ടല്ലോ, അർഹതയില്ലാത്തവൻ ചതിയിലൂടെ എല്ലാം നേടിയെടുത്തിട്ട് ചിരിക്കുന്ന ഈ ചിരി, ഇതിന് ഇനി അധികം നാൾ ആയുസുണ്ടാവുമെന്ന് കരുതണ്ട. ഇപ്പൊ തന്റെ മുഖത്ത് കാണുന്ന ഈ ചിരിയുണ്ടല്ലോ, അർഹതയില്ലാത്തവൻ ചതിയിലൂടെ എല്ലാം നേടിയെടുത്തിട്ട് ചിരിക്കുന്ന ഈ ചിരി, ഇതിന് ഇനി അധികം നാൾ ആയുസുണ്ടാവുമെന്ന് കരുതണ്ട. നേരത്തെ കോടതിയിൽ നിന്ന് കാറ് കയറിപ്പോയ രാഘവനുണ്ണി സാറും ശിഷ്യൻ PP ഹരീന്ദ്രനും സ്വന്തം വാചക കസർത്തും സാമർഥ്യമൊക്കെ കോടതിയിൽ കാട്ടിയിട്ടാണ് സ്വന്തം കക്ഷിയെ കേസിൽ നിന്ന് രക്ഷിച്ചതെങ്കിൽ അതിലൊരു അന്തസ്സുണ്ടായിരുന്നു. അതിനു മുതിരാതെ ആവലാതിക്കാരിയായ പത്മയെ കായികമായി ഇല്ലാതാക്കിയിട്ട് ഈ കേസ് ഈസി ആയിട്ട് അങ്ങ് ജയിക്കാമെന്ന് കരുതിയെങ്കിലേ PP വക്കീലിന് തെറ്റിപ്പോയി. മതി മതി മതി, നിർത്ത്. കേസിലെ ഒന്നാം സാക്ഷിക്ക് ആക്സിഡന്റ് ഡെത്ത് സംഭവിച്ചതിന് ഞാൻ എന്ത് പിടിച്ചു? അല്ല, നീ എന്താ അവളുടെ ചാവിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തല കെട്ടിവെക്കണോ? കെട്ടിവെക്കലല്ല, അതാണ് സത്യം. ഇതേ കോടതിയിൽ ഇതേപോലെ ഒരുപാട് കളികൾ കണ്ടവനാണ് ഞാൻ. പ്രത്യേകിച്ചും രാഘവനുണ്ണിയുടെ കളികൾ. ഒന്നാം സാക്ഷിയും വാദിയുമായ ആ പാവം പത്മയെ ഇല്ലാതാക്കിയതുകൊണ്ട് മാത്രം നിങ്ങൾ ഈ കേസ് ജയിക്കില്ല വക്കീലെ. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞേക്ക് രാഘവനുണ്ണിയോട്. അതെ, കോടതിയിൽ നിങ്ങൾ പറഞ്ഞ നട്ടാക്കുരുക്കാത്ത കള്ളമുണ്ടല്ലോ, പത്മയുടെ കൊലപാതകവുമായി കാർത്തിക്കിന് ഒരു ബന്ധമില്ലെന്ന്, അത് തെറ്റാണെന്ന് ഉടൻ ഞാൻ തെളിയിക്കും. താനോ തന്റെ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പാടാക്കിയ മറ്റൊരാൾ പത്മയുടെ കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ വില്ലനെ ഞാൻ കണ്ടെത്തും. അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും, ഉറപ്പാ. ബാക്കി നമുക്ക് അന്ന് സംസാരിക്കാം.
അച്ഛാ വാ പോ. ചിറ്റപ്പ ആരവിടെ പുറത്തു നിൽക്കുന്നേ? അമ്മയാണോ? ആരായാലും വന്ന് ഈ വാതിലൊന്ന് തുറക്ക് പ്ലീസ്. ഒന്ന് തുറക്ക്. എന്തിനാ എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നേ? എന്നെ ഇതിനകത്തിട്ട് കൊല്ല ചെയ്യാതെ ആരെങ്കിലും ഒന്ന് തുറന്നു വിട്. ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ച് ഞാനതെല്ലാം കൂടി തല്ലി പൊട്ടിക്കും. ആരെങ്കിലും ഒന്ന് തുറക്ക്. ഒന്ന് തുറക്ക്. പത്മ ഇന്ന് കോടതിയിൽ വന്നില്ല. അവിടെ സ്റ്റേറ്റ് ബോർഡറിൽ വെച്ച് അവള് ട്രെയിൻ തട്ടി മരിച്ചു. കാർത്തികിനെതിരായ കേസിൽ ഇനി പത്മ വരില്ല. അല്ല ഏട്ടാ എന്താ ഉദ്ദേശിക്കുന്നത്? പത്മ മരിച്ചു.